നരേന്ദ്രമോദി സർക്കാരിനും അദാനിയോടുള്ള താല്പര്യത്തിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ശക്തമായ പ്രതിപക്ഷം രാജ്യത്ത് നിൽക്കുമ്പോഴും അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ BJP സർക്കാർ വീണ്ടും അദാനിയോട് അടുക്കുമ്പോൾ അതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ അനൌദ്യോഗിക ഫണ്ടർ കൂടിയാണ് അദാനി. അദാനി ഇറക്കിയ കോടികളുടെ ഇലക്ട്രൽ ഫണ്ടും BJPയുടെ അക്കൗണ്ടിലേക്കാണ് പോയത്. അതിന്റെ നന്ദി പിന്നെ അധികാരത്തിൽ എത്തുമ്പോൾ എങ്ങനെ കാണിക്കാതിരിക്കുമെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പല കേസുകളിലും ഇന്നും അദാനി ഗ്രൂപ്പ് പ്രതിക്കൂട്ടിലുണ്ട്. അടുത്തിടെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയ കൽക്കരി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് DMK സർക്കാർ അദാനി ഗ്രൂപ്പിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതാണ്. ഇതിനെ പ്രതിരോധിക്കാൻ അദാനി വഴികൾ പലതും തേടിയെങ്കിലും രക്ഷയുണ്ടായില്ല. അദാനിയെ പൂട്ടുമെന്ന നിലപാടിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ല എന്ന വാക്ക് പാലിച്ചിരിക്കുകയാണ് തമിഴ്നാട്. അദാനിയുമായുള്ള കരാറുകൾ റദ്ദാക്കിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. വൈദ്യുതി സ്മാർട്ട് മീറ്ററുകൾ വാങ്ങാനുള്ള ആഗോള ടെൻഡർ സർക്കാർ റദ്ദാക്കിയതോടെ കോടികളുടെ നഷ്ടമാണ് അദാനിയെ കാത്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് സ്മാർട്ട് മീറ്റർ നൽകാനുള്ള ടെൻഡറാണ് അദാനി എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് നൽകിയിരുന്നത്. എന്നാൽ സർക്കാർ കരാർ റദ്ദാക്കിയത് അദാനിയെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. 82 ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനുള്ള 19,000 കോടി രൂപയുടെ കേന്ദ്ര സഹായ പദ്ധതിയാണ് ചെന്നൈ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട് എന്നിവ അടക്കം 8 ജില്ലകളിൽ നടപ്പാക്കുന്നത്. ആഗോള ടെൻഡറിൽ കുറഞ്ഞ തുക കോട്ട് ചെയ്ത അദാനി ഗ്രൂപ്പിനാണ് കരാർ നൽകിയിരിക്കുന്നത്. എന്നാൽ ഉയർന്ന ചെലവാണ് ടെൻഡർ റദ്ദാക്കാൻ കാരണമായി പറയുന്നത്. തുക കുറയ്ക്കാനായി പല ചർച്ചകൾ നടത്തിയെങ്കിലും അദാനി എനർജി സൊല്യൂഷൻസ് കാണിച്ച തുക കുറയ്ക്കാൻ തയ്യാറായില്ല എന്നാണ് തമിഴ്നാട് ഊർജ്ജ ഉൽപാദന വിതരണ കോർപ്പറേഷൻ വ്യക്തമാക്കിയതോടെ കരാർ എന്നേക്കുമായി അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു. അദാനി എനർജി സൊല്യൂഷൻ സമാനമായ പദ്ധതികൾ മഹാരാഷ്ട്രയിലും ബീഹാറിലും നടപ്പിലാക്കി വരുന്നുമുണ്ട്. ഇവിടങ്ങളിൽ നൽകിയതിനേക്കാൾ ഉയർന്ന നിരക്കാണ് തമിഴ്നാട്ടിൽ സ്മാർട്ട് മീറ്റർ ടെൻഡറിന് കോട്ട് ചെയ്തത്. ഇതാണ് കരാർ റദ്ദാക്കുന്നതിൽ കലാശിച്ചത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെയും തമിഴ്നാട്ടിൽ നിന്നും മുട്ടൻ പണി അദാനിയെ തേടിയെത്തിയിരുന്നു. നേരത്തെ തമിഴ്നാട്ടിൽ മറ്റ് പല പ്രൊജക്ടുകളുമായി അദാനി കളം പിടിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷെ എന്നാൽ അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, അതിനായി തുറന്ന പല ഓഫീസുകളും പൂട്ടിയിടുകയും കൂടി ചെയ്തു. 2024 ജൂൺ 10 സുപ്രധാന പ്രൊജക്ടിന്റെ FCRI റദ്ദാക്കിയാണ് തമിഴ്നാട് അദാനിക്കെതിരെ തിരിഞ്ഞത്. ഗുജറാത്തിലെ കച്ചിൽ അദാനി ഗ്രൂപ്പ് നടത്തുന്ന പ്രത്യേക സാമ്പത്തിക മേഖലയിൽ അംഗീകരിക്കപ്പെട്ട പുതിയ പദ്ധതികൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വഷളാക്കുമെന്ന് സമീപകാല റിപ്പോർട്ടിൽ CFA ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പദ്ധതികൾ ജനങ്ങളിൽ ആരോഗ്യപരമായ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുകയും മലിനീകരണത്തിനും പരിസ്ഥിതി നാശത്തിനും ആക്കം കൂട്ടുമെന്നും റിപ്പോർട്ട് പരാമർശിച്ചു. വിഴിഞ്ഞം വഴി കേരളം അദാനിക്ക് പരവതാനി വിരിക്കുമ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സംസ്ഥാനമായ തമിഴ്നാട് അദാനിക്ക് മുന്നിൽ നോ എൻട്രി ബോർഡ് വെച്ചിരിക്കുന്നത്.